രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും സ്വന്തം പേരിലായിട്ടും ഇൻഷുറൻസ് നിഷേധിച്ച നാഷണൽ ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരിക്ക് 15,60,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ. തൃശൂർ വടക്കേക്കാട് സ്വദേശിനി ഷിംന ഹമീദ് സമർപ്പിച്ച ഹർജിയിലാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി. പരാതിക്കാരിയുടെ പേരിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസുമുള്ള BMW കാർ ചാലക്കുടി ആതിരപ്പള്ളി റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ പൂർണ്ണമായി തകർന്നു. 15 ലക്ഷം രൂപയ്ക്കാണ് വാഹനം ഇൻഷുർ ചെയ്തിരുന്നത്. ആതിരപ്പള്ളി പോലീസ് സംഭവ സമയം വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അപകട വിവരം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇൻഷുറൻസ് ആനുകൂല്യം നൽകാൻ കമ്പനി തയ്യാറായില്ല. അപകട സമയത്ത് വാഹനം പരാതിക്കാരിയുടേതായിരുന്നില്ല എന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉടമസ്ഥനെന്ന നിലയിൽ വാഹനം ഏറ്റുവാങ്ങിയത് മജീദ് എന്നയാളാണെന്നും അതിനാൽ പരാതിക്കാരിക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയില്ലെന്നുമാണ് കമ്പനി അറിയിച്ചത്. പരാതിക്കാരിയും ഭർത്താവും വിദേശത്തേക്ക് പോകുന്നതിനാൽ സുഹൃത്തെന്ന നിലയിൽ താൽക്കാലികമായി കൈമാറിയിരുന്നതാണെന്നും വാഹനത്തിന്റെ ഇൻഷുറൻസും ഉടമസ്ഥതയും തന്റെ പേരിലാണെന്നും പോളിസി പ്രകാരം ആനുകൂല്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. പരാതിയോടൊപ്പം സ്വന്തം പേരിലുള്ള അസൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസ് പോളിസിയും കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കി. നന്നാക്കാനാവാത്ത വിധം കേടുവന്ന വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ 3.5 ലക്ഷം രൂപയ്ക്ക് വിറ്റതിന്റെ ഒറിജിനൽ രേഖയും പരാതിക്കാരി ഹാജരാക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനം ഏറ്റുവാങ്ങിയ കരാർ ഉടമസ്ഥനാണ് യഥാർത്ഥ വാഹനോടമയെന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വാദം കമ്മീഷൻ നിരാകരിച്ചു. മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറയുന്നയാളാണ് വാഹന ഉടമയെന്നിരിക്കെ കരാർ പ്രകാരമുള്ള ഉടമയാണ് യഥാർത്ഥ ഉടമയെന്ന് അംഗീകരിക്കാനാവില്ലെന്ന് കമ്മീഷൻ വിധിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നും വാഹനം ഏറ്റുവാങ്ങുന്നയാൾ യഥാർത്ഥ ഉടമയാകണമെന്നില്ല. ആവശ്യപ്പെടുമ്പോൾ വാഹനം ഹാജരാക്കണമെന്ന വ്യവസ്ഥ പാലിച്ചാൽ മതി. പരാതിക്കാരിയും കരാർ ഉടമയും തമ്മിൽ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കവുമില്ല, കമ്മീഷൻ വിധിയിൽ പറഞ്ഞു. ഇൻഷുറൻസ് ആനുകൂല്യമായി 13,50,000 രൂപയും നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും കോടതി ചെലവായി 10 ലക്ഷം രൂപയും പരാതിക്കാരിക്ക് ഒരു മാസത്തിനകം നൽകുന്നതിനാണ് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റെ ഉത്തരവ്. ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നാൽ 9% പലിശയും നൽകണം. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്.